ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വിശദമായ വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ നഗരസഭാ ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു. പ്രാദേശിക ചാനലായ ACVയുടെ ക്യാമറ വുമൺ പ്രഭയോടാണ് ചെയർപേഴ്സൺ TK ഗീത അപമര്യാദയായി പെരുമാറിയത്. കോട്ടപ്പുറത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് TS സജീവൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ ആക്രോശിക്കുകയായിരുന്നു. ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ചെയർപേഴ്സൺ TK ഗീത മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് TS സജീവനും കോൺഗ്രസ് കൗൺസിലർ VF ജോണിയും ആവശ്യപ്പെട്ടു. തുടർന്ന് BJP കൗൺസിലർമാർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലിൽ അവസാനിക്കാൻ നേരത്തെ കൊടുങ്ങല്ലൂർ നഗരസഭയോട് ബന്ധപ്പെട്ടിട്ടുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൽകിയ തെറ്റായ വിവരം കൗൺസിലിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കലേ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ റിപ്പോർട്ടർ ഇവിടെ ACV ചാനൽ റിപ്പോർട്ടർ ഇവിടെ കിടന്നു വന്നപ്പോൾ ചെറിയൊരു പെൺകുട്ടി അവരെ പിണറായി വിജയൻ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തു വെച്ചും പത്രധർമ്മങ്ങളെ കനിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളെ എങ്ങനെയാണ് ധിക്കാരപൂർവ്വം കിടക്കുപുറത്ത് നിന്ന് ധിക്കാരപൂർവ്വം പറഞ്ഞത്, അതിലും അല്പം കടന്ന് ചെയർപേഴ്സൺ ആ പെൺകുട്ടിനെ ചെയർപേഴ്സന്റെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കിടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ ഭീഷണിപ്പെടുത്തി കൗൺസിലിന്റെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്ത്. ഇത് വളരെ ധിക്കാരപരമാണ്. ജനാധിപത്യ രീതിയിൽ പത്രമാധ്യമങ്ങൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം, അവർ ചെയ്യേണ്ട റിപ്പോർട്ടുകൾ ഈ കൗൺസിലിനകത്ത് നിരവധി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവർ ഏകാധിപത്യ രീതിയിലുള്ള ഇവർ പറയുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വാർത്തകൾ മാത്രം വരാൻ പാടുള്ളൂ. ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല. ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിൽ യോഗം നടക്കുന്നതിന്റെ ഇടയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ACVയുടെ ക്യാമറമാൻ കുട്ടി അതിനകത്തേക്ക് സ്വാഭാവികമായിട്ട് പത്രപ്രവർത്തകർ കയറും, പത്രപ്രവർത്തകർ വീഡിയോ കൊടുക്കും. പത്ര സ്വാതന്ത്ര്യം അത് കൗൺസിലുള്ള കാലത്തുള്ള നിയമം പ്രശ്നമില്ല. പക്ഷെ വളരെ ധിക്കാരപൂർവ്വം ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വളരെ ധിക്കാരപൂർവ്വം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് കയറി വന്ന ഒരു കുട്ടിയോടും അതൊരു പെൺകുട്ടി ഒരു ക്യാമറമായി വന്നപ്പോൾ ആ കുട്ടിയോട് ധിക്കാരപൂർവ്വം അവരെ ധിക്കാരപൂർവ്വം കൗൺസിലുകളിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരിക്കലും അന്ന് ആ കുട്ടിയോട് വിളിച്ച് എന്തെങ്കിലും നിയമപ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിയോട് വിളിച്ച് ചെയർപേഴ്സൺ പറഞ്ഞമായിരുന്നു, കുട്ടി ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ എന്തെല്ലാം സാമാന്യം വരുന്നുണ്ട്. ഒരു പെൺകുട്ടിയോടാണ് പത്രപ്രവർത്തകയോട് കാണിച്ച ഈ അനീതിക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ധാർഷ്ട്യമൊന്നും പാടില്ല. ഇത് പിണറായി വിജയന്റെ നിയമസഭയിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ഹാളാണ്. ഇവിടെ ചെയ്തതിലൂടെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.